പഴയകാല നടിമാരിൽ പലരും അഭിനയം കൊണ്ടും ശരീരപ്രദർശനം കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഷീലയും ജയഭാരതിയും ഒക്കെ ശരീരപ്രദർശനം കൊണ്ടുകൂടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചപ്പോൾ ശാരദയടക്കമുള്ള നടികൾ അഭിനയം കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. അവർക്കെല്ലാം സിനിമ എന്നത് അതിജീവനമായിരുന്നു. സിനിമ അവർക്ക് ജീവിക്കാനുള്ള ഉപാധിയായിരുന്നു, ജീവിക്കാനുള്ള കലയായിരുന്നു. എന്നാൽ സിനിമയെ ആഘോഷമായെടുത്ത ഒരു നടിയുണ്ട് മലയാളത്തിൽ. ആ നടിയുടെ പേര് വിധുബാല. മജീഷ്യൻ കെ ഭാഗ്യനാഥിൻ്റെയും സുലോചനയുടെയും മകൾ. ഭാഗ്യനാഥും സുലോചനയും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. ഭാഗ്യനാഥ് യുക്തിവാദിയായിരുന്നു. മനുഷ്യദൈവങ്ങളെ എതിർത്തിരുന്നു ഭാഗ്യനാഥ്. ഭാഗ്യനാഥിൻ്റെയും സുലോചനയുടെയും മകൾ സിനിമയിലെത്തിയത് സമയം പോകാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ബാലതാരമായിട്ടാണ് വിധുബാലയുടെ അരങ്ങേറ്റം. പിന്നീട് അങ്ങോട്ട് പ്രേം നസീർ, കമൽഹാസൻ, മധു അടക്കമുള്ളവരുടെ നായികയായി വിധുബാല മാറി. ശരീരപ്രദർശനത്തിന് വിധുബാല ഒരിക്കലും തയ്യാറായിരുന്നില്ല. അന്നത്തെ രീതിയിലുള്ള ബ്ലൗസും മുണ്ടും ധരിക്കും എന്നല്ലാതെ അതിര് കവിഞ്ഞ ശരീരപ്രദർശനം നടത്താൻ വിധുബാല ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. തൻ്റേതായ നിലപാട് തറയിൽ ഈ നടി ഉറച്ചു നിന്നു. നസീറിൻ്റെയും കമൽഹാസൻ്റെയും മധുവിൻ്റെയും ഒക്കെ നായികയായി സൂപ്പർ നായിക പട്ടത്തിൽ വിലസുമ്പോൾ അഭിനയം എന്നത് തനിക്കൊരാഘോഷമായിരുന്നുവെന്ന് നടി പിൽക്കാലത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനയത്തിനോട് ക്രൈസ് ഉണ്ടായപ്പോൾ അഭിനയിക്കാൻ ഇറങ്ങി. കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് ജീവിക്കണമെന്ന് തോന്നിയപ്പോൾ പ്രണയിച്ചു മുരളി എന്ന യുവാവിനെ. മുരളിയുമൊത്ത് വിധുബാല ഇപ്പോൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. എങ്കിലും വിധുബാല സെക്സിയായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിയാണ് അത്തരം ഒരു വേഷത്തിൽ അഭിനയിക്കാൻ വിധുബാല തീരുമാനിച്ചത്. ചിത്രത്തിൻ്റെ പേര് രക്തമില്ലാത്ത മനുഷ്യൻ. നായകൻ സോമൻ. സോമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പല സ്ത്രീകളെയും ചവിട്ടിമതിച്ച് ഉന്നതിയിലേക്ക് പോകുന്ന കഥാപാത്രമാണ്. അതിൽ സോമൻ്റെ നായികയായി വിധുബാല അഭിനയിച്ചു. അതിൽ വിധുബാലയ്ക്ക് അല്പസ്വല്പം ശരീരപ്രദർശനം നടത്തേണ്ടി വന്നു എന്നത് ശ്രദ്ധേയം. ആ ചിത്രം സംവിധാനം ചെയ്തത് ജേസിയാണ്. രക്തമില്ലാത്ത മനുഷ്യൻ എന്ന VT നന്ദകുമാറിൻ്റെ നോവലാണ് രക്തമില്ലാത്ത മനുഷ്യൻ എന്ന അതേ പേരിൽ സിനിമയാക്കി മാറ്റിയത്. മെഗാ ഹിറ്റായിരുന്നു ചിത്രം. സോമൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു പ്ലസ് പോയിൻ്റ്, മറ്റൊരു മൈൽ സ്റ്റോൺ അങ്ങനെ ആ ചിത്രത്തെ കണക്കാക്കാം. സോമൻ ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിന് ശേഷം അഭിനയിച്ച ഏറ്റവും ശക്തമായ കഥാപാത്രമായിരുന്നു രക്തമില്ലാത്ത മനുഷ്യനിലെ കഥാപാത്രം. സോമൻ്റെ പകർനാട്ടം തന്നെയായിരുന്നു ഈ ചിത്രമെന്ന് പറയാം. ഈ ചിത്രത്തിൽ ജയഭാരതി അടക്കം നായികമാർ ഉണ്ടെങ്കിലും വിധുബാലയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. വിധുബാലയുടെ ശരീരപ്രദർശനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം രക്തമില്ലാത്ത മനുഷ്യനെ. രക്തമില്ലാത്ത മനുഷ്യൻ സൂപ്പർ ഹിറ്റായി. വിധുബാലയ്ക്ക് ഒരുപാട് അംഗീകാരം കിട്ടുമെന്ന് പലരും എഴുതി. പക്ഷേ വിധുബാലയ്ക്ക് അവാർഡുകളൊന്നും കിട്ടിയില്ല. സോമനും അവാർഡുകളൊന്നും ആ ചിത്രത്തിന് ലഭിച്ചില്ല. അതിന് കാരണം ആ ചിത്രത്തിൻ്റെ പ്രമേയം ആയിരുന്നു. സെക്സും മസാലയും ഒക്കെ കൂട്ടിച്ചേർത്ത, മസാല ചേരുവകളൊക്കെ കൂട്ടിച്ചേർത്ത ഒരു പ്രമേയമായിരുന്നു ആ ചിത്രത്തിൻ്റേത്. അതുകൊണ്ടാണ് സോമന് അവാർഡുകൾ ലഭിക്കാതെ പോയത്. പക്ഷേ സോമൻ്റെ വേഷം ഏറെ പ്രശംസിക്കപ്പെട്ടു. വിധുബാലയുടെ വേഷവും. വിധുബാല ഇപ്പോൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമാണ്. ചാനലുകളിലും വിധുബാല സജീവമാണ്. കഥയില്ലത് ജീവിതം എന്ന അമൃത ചാനലിലെ പരിപാടിയിലൂടെ വീട്ടമ്മമാരുടെ മനസ്സിലേക്ക് വിധുബാല ഇറങ്ങി വന്നു. എന്തായാലും വിധുബാല നല്ല നടിയായിരുന്നു, നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു, ഒരു കോംപ്രമൈസിനും വഴങ്ങാത്ത നടിയായിരുന്നു.